മര്യാദക്ക് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോ. നിന്റെ സഹോദരൻ എന്താണ് അവിടെ ചെയ്യുന്നത് ഞാനൊന്ന് പോയി നോക്കട്ടെ. അവന് താക്കീത് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അഗ്നി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ടോണി ചൂടുവെള്ളമായിട്ട് അകത്തേക്ക് വന്നു. ഡാ, അഗ്നി മോൾക്ക് വേദനിക്കുന്നുണ്ടാവും, നീ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്ക്. ഞാനോ? എന്താ നീ പറഞ്ഞേ? അല്ല, ഞാൻ പിടിച്ചു കൊടുക്കാന്ന് പറയായിരുന്നു. പതി പിടിക്കണം എടാ, നല്ല ചൂടുള്ള വെള്ളാട്ടോ. അതും പറഞ്ഞ് ടോണി വൈകിയോടെ പറഞ്ഞു. പേടിക്കണ്ട, ഇപ്പൊ മാറും. നിന്റെ ഭർത്താവ് നിന്റെ അടുക്കൽ തന്നെയല്ലേ, മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. വേദന നാളത്തേക്ക് മാറും. അത് പറഞ്ഞിട്ട് അവിടെ കവിളിൽ നിന്ന് തലോടി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ടോണി പോയതും അഗ്നി വാതിൽ ചേർത്ത് കുറ്റിയിട്ട് കാറ്റുപോലെ വൈകിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ദേ പെണ്ണെ, നിനക്ക് ചൂട് പിടിക്കണേ നീ പിടിക്കണം, അല്ലാണ്ട് എന്റെ സഹായം കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട കേട്ടോടി ഉണ്ടക്കണ്ണി. അത് പറഞ്ഞ് അഗ്നി റൂമിന്റെ സൈഡിലായി ടേബിളിൽ പോയിരുന്നു ലാപ്ടോപ്പ് തുറന്ന് വെച്ച് അവന്റെ വർക്കിലേക്ക് കടന്നു. നല്ലോണം വേദന ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ചൂട് പിടിക്കാൻ നേരത്തെ വൈക പതിയെ തന്നെ ഇടുപ്പിൽ നിന്ന് സാരി താഴ്ത്തി അവനെ ഒന്ന് പാളി നോക്കി. എവിടെ? അവൻ ലാപ്ടോപ്പിൽ തലകുത്തി കിടക്കുകയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ആൾ എക്സ്ട്രാ ഡീസൻ്റ് ആളാ, അതുകൊണ്ട് വൈകക്ക് ആ പേടിയൊന്നും ഇല്ലായിരുന്നു. അവൾ പതിയെ ചുടുവെള്ളം തൂർത്തുകൊണ്ട് പിഴിഞ്ഞ് വേദനയുള്ള ഭാഗത്ത് ചെറുതായി വെച്ചത് വേദന കൊണ്ട് അവൾ അലറി കരഞ്ഞുപോയി. അവളുടെ കാട്ടിക്കൂട്ടലുകളെല്ലാം അവൻ ഇടം കണ്ടാലെ കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. അവൻ തന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് പാഞ്ഞു വന്ന് ഗൗരിയുടെ കയ്യിൽ നിന്ന് തോർത്ത് തട്ടിപ്പറിച്ച്. കാമിരുന്ന് കിടക്കടി വീട്ടിലവിടെ. അവൾ ആദ്യം തലയാട്ടിയെങ്കിലും പിന്നീട് കേട്ടെന്താണ് ഒന്നുകൂടി ആലോചിച്ച് ഞെട്ടിപ്പോയി. വേണ്ട വേണ്ട സാർ, ബുദ്ധിമുട്ടണ്ട, ഞാൻ ചെയ്തോളാം, അവൾ താഴോട്ട് നോക്കി പറഞ്ഞു. ദേ നോക്ക്, എനിക്കൊരു പ്രാവശ്യം പറഞ്ഞിട്ടേ ശീലമുള്ളൂ എന്ന് നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാ. മേലിൽ എന്നെ കൊണ്ട് രണ്ടാമത് പറയിപ്പിക്കാനുള്ള അവസരം വരുത്തരുത്. കിടക്കാൻ പറഞ്ഞാൽ കിടന്നോളണം. പിന്നീട് ഇനി അവനെ ദേഷ്യം പിടിപ്പിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയ വൈക വേഗം കമിഴ്ന്ന് കിടന്നു. തന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നൊരു പെയിൻ കില്ലറിന്റെ ഓയിൽമെന്റ് എടുത്തുകൊണ്ടുവന്ന് അഗ്നി അവിടെ അരികിലായിട്ടിരുന്നു. അവൻ പതിയെ അവളുടെ സാരി വിറക്കുന്ന കൈകളാലൊന്ന് താഴ്ത്തി. വീണ വീഴ്ചയിൽ ഇടുപ്പ് നന്നായി ചുവന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവിടെ ഇടുപ്പിൽ ഓയിൻമെന്റ് തേച്ചു കൊടുത്തു. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ കൈവച്ചത് അവന്റെയും അവളുടെയും ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായി ഇരുവർക്കും തോന്നി. ഇതുവരെ അറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവർ വന്ന് മൂടുന്നുണ്ടായിരുന്നു. വൈക തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ച് ബെഡ്ഷീറ്റിൽ കൈകൾ മുറുക്കി പിടിച്ചങ്ങനെ കിടന്നു. അവൻ തന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഹൃദയം ക്രമാതീതമായി മിടുക്കുന്നത് അവൾക്കറിയാമായിരുന്നു. അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൻ വേഗം എങ്ങനെയോ ചൂട് പിടിച്ചു കൊടുത്ത് അവിടുന്ന് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയി. വേദന കൊണ്ടാണെന്ന് തോന്നുന്നു ഗൗരി വേഗം ഉറങ്ങിപ്പോയിരുന്നു. ബാൽക്കണിയിലെ ചെയറിൽ നിന്നുകൊണ്ട് അഗ്നി എന്തൊക്കെയോ കണ്ണടച്ച് ആലോചിക്കുകയായിരുന്നു. അവന്റെ മനസ്സിലേക്ക് നിഷ്കളങ്കമായ രണ്ട് ഉണ്ടക്കണ്ണുകൾ പതിയെ വരാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. നോ അഗ്നി, നീ എന്തൊക്കെയാണ് ഈ ആലോചിച്ചു കൂട്ടുന്നത്? അവൾ 1 വർഷത്തേക്ക് നിന്റെ ഭാര്യയാവാൻ വേണ്ടി അഭിനയിക്കാൻ വന്ന കുട്ടിയാണ്. നിനക്ക് ലക്ഷ്യങ്ങൾ പലതുമുണ്ട്, അത് മറന്നുപോകരുത്. അപ്പോഴേക്ക് അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ ഒന്നുകൂടി കുടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ബാൽക്കണി ഡോർ അടച്ച് അവൻ അകത്തേക്ക് കയറി. അഗ്നി അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈക ഉറങ്ങിപ്പോയിരുന്നു. അവൻ AC അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാങ്കറ്റ് നന്നായി അവളെ പുതപ്പിച്ച് അവനും അടുത്ത് കിടന്നു. നാളെ വൈകയുടെ ജീവിതം മാറി മറിയെന്നറിയാതെ രാവിലെ തന്നെ ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് അഗ്നിയുടെ PA വിളിച്ചു പറഞ്ഞിരുന്നു അഗ്നി ഇന്ന് വൈകിട്ട് ചന്ദ്രോത്ത് എത്തിച്ചേരുമെന്ന്. അരുന്ധതിക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. കാരണം ഏകദേശം 1 വർഷമായി അഗ്നിയെ അരുന്ധതിയും കുടുംബവും കണ്ടിട്ട്. അരുന്ധതി പല വഴിക്ക് അഗ്നിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിനെല്ലാം ബ്ലോക്ക് ചെയ്തിരുന്നവൻ. അതുകൊണ്ട് തന്നെ അവനെ കാണാനുള്ള ഉത്സാഹത്തിലായിരുന്നു അവൾ. മോളെ അരുന്ധതി, നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? അവൻ അഗ്നി നിന്നെ സ്വീകരിക്കുന്ന എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അവന് പണ്ടേ നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പിന്നെ നീ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത്? അരുന്ധതിയുടെ അമ്മ പങ്കജത്തിൽ നിന്ന് കേട്ട വാക്കുകളിൽ അവളുടെ കണ്ണിൽ ക്രോധം കത്തിയാളി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ദേ, പെറ്റ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല, അറിയാലോ ശരിക്കും അരുന്ധതിയെ. ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേടിയെടുക്കാൻ ഏതറ്റം വരെയും ഞാൻ പോവും. അതിനൊരു തടസ്സമായി നിന്നാ. ഒരു നിമിഷം പങ്കജം അരുന്ധതിയുടെ പ്രാന്തമായ ഭാവം കണ്ടോ പേടിച്ചുപോയി. അവൻ അഗ്നി, അവൻ എന്റേത് മാത്രമാണ്. 1-2 വർഷമല്ല, കഴിഞ്ഞ 29 വർഷമായി ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. ഒരുത്തിക്ക് അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ എന്റേതാ, എന്റേത് മാത്രം. അവർക്ക് നേരെ അലറിക്കൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞുപോയി. എന്റെ നാഗക്കാവിൽ അമ്മേ, എന്റെ മോൾക്ക് നല്ല ബുദ്ധി നൽകാൻ അമ്മ കനിയണേ. മുകളിലേക്ക് നോക്കി ആ സാധു സ്ത്രീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ സമയം അഗ്നിയുടെ ഫ്ലാറ്റിൽ രാവിലെ തന്നെ വൈകി അടുക്കളയിൽ തകൃതിയായി ഭക്ഷണം ഉണ്ടാക്കാൻ തിരക്കിലായിരുന്നു. ഈ സമയം ബാൽക്കണിയിൽ എന്തോ കാര്യമായി സംസാരിക്കാൻ തിരക്കിലാണ് ടോണിയും അഗ്നിയും. അതവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വൈകക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എടാ, എങ്ങനെയാ അവളെയും കൊണ്ട് നീ തറവാട്ടിലേക്ക് പോകുന്നു? എനിക്ക് ആലോചിച്ചിട്ട് കൈയും കാലം വിറക്കുക. അവിടെയുള്ളവര്. ടോണിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ടോണി,
അവൾ ഈ ചെകുത്താൻ്റെ പെണ്ണ. അവിടെയുള്ളവർക്ക് അഗ്നിയെ മാത്രമേ അറിയുകയുള്ളൂ, ചെകുത്താൻ ആർക്കും അറിയില്ല. ഈ 1 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത കോടികളുടെ ആസ്തി അത് അങ്ങനെയൊന്നും നേർവഴി കൂടിയല്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഈ അഗ്നിയുടെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്നവർ അതാരായാലും മരണത്തെ മാത്രമേ പുൽകൂ എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ പിന്നെ ഈ ചെകുത്താൻ്റെ പെണ്ണിനെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുവാടാ. അവൻ്റെ മുഖത്ത് ക്രൂരമായ പുഞ്ചിരി വിടർന്നു. ടോണി പെട്ടെന്ന് അവനുണ്ടായ മാറ്റത്തെ പേടിയോടെ നോക്കിക്കണ്ടു. കാരണം അവനൊരു ചെകുത്താനായി മാറിയാൽ ചന്ദ്രോത്ത് തറവാടിനെ നാമാവശേഷമാക്കിയിട്ട് മാത്രമേ അവൻ അടങ്ങുമെന്ന് ടോണിക്കറിയാം. നീ എന്തായാലും വൈകിയോടും സംസാരിക്കും. ഞാൻ പറഞ്ഞ അവൾ ഏത് സെൻസിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ടോണിയുടെ സംശയത്തോടെ അഗ്നിയെ നോക്കി. ഒന്നുമില്ല. പിന്നെ നീ അവൾ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി കൂടെ പോകണം. ചന്ദ്രോത്ത് തറവാട്ടിൽ അവിടെ കാലുകുത്തുമ്പോൾ അവളെല്ലാം കൊണ്ട് ഒരു രാജകുമാരിയായിട്ട് വേണം അവിടെ നിൽക്കുന്നവർക്ക് തോന്നാൻ. എസ്പെഷ്യലി അരുന്ധതി. അവൻ്റെ മുഖത്തൊരു പരിഹാസിച്ചിരി വിരിഞ്ഞു. അതിന് ഞാനെന്തിനാ പോകുന്നു? ഞാൻ അവിടെ സഹോദരനാ, നീ അവിടെ ഭർത്താവ്. ഭാര്യയും കൂട്ടി പോകേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. ടോണി അവനെ നോക്കി പുച്ഛിച്ചു. തൽക്കാലത്തേക്ക് സഹോദരൻ പോയാൽ മതി. ഭർത്താവിന് ഇവിടെ കുറച്ച് ജോലിയുണ്ട്, അത് തീർക്കട്ടെ. അതും പറഞ്ഞ് അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് ഊളിയിട്ടു. ഏത് നേരം അതിൽ തന്നെ പെറ്റി കിടന്നു. ഇവനെയും ലാപ്ടോപ്പിനെ ഒന്നിച്ചാൽ പറ്റുമെന്ന് തോന്നി ഇവൻ്റെ അമ്മ. ടോണി അഗ്നികൾക്കാതെ പിറുവിറുത്തു. തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അടിയനോട് ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ അവളെയും കൊണ്ട് പോവാണെന്ന് പറയായിരുന്നു. കാലം കേട്ടിരുന്നെങ്കിൽ എൻ്റെ പപ്പും കൂടി ഇളക്കിയേനെ. മോളെ ഗൗരി, നീ വേഗം പുറപ്പെടണം. നമുക്കൊന്ന് പുറത്തു പോവാം, നിനക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി. എനിക്കിപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടല്ലേ ഏട്ടാ, അത് പോരെ. അത് പിന്നെ മോളെ, നമ്മൾ ഇന്ന് തന്നെ അഗ്നിയുടെ തറവാട്ടിലേക്ക് പോകും. അത് കേട്ടതും അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന വൈകിയുടെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു. അവൾ പേടിയോട് ടോണി നോക്കിയിട്ട് ചോദിച്ചു, ഏട്ടാ അവിടെയുള്ളവർക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ അറിയൂ, അവിടെ എന്നെ സ്വീകരിക്കുന്ന എനിക്ക് പേടിയാവുക. സത്യത്തിൽ 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് മാരേജാണ് അവിടെ നിന്ന് അവൾ മറന്നുപോയിരുന്നു. മോള് പേടിക്കണ്ട, അതെല്ലാം നിന്നെ കെട്ടിയോ നോക്കിക്കോളൂ. നീ ആദ്യം പോയി പുറപ്പെടാൻ നോക്ക്. നമുക്കിപ്പോൾ തിരിച്ചാലല്ലേ വൈകിട്ടെങ്കിലും എത്തുള്ളൂ. ശരിയേട്ടാ. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഗൗരിയും ടോണിയും വസ്ത്രങ്ങളെല്ലാം എടുത്ത് തിരിച്ചെത്തിയിരുന്നു. വൈകി 1-2 ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷെ അവളുടെ വാക്കുകളൊന്നും കേൾക്കാതെ ടോണി വസ്ത്രങ്ങൾ അവൾക്ക് വേണ്ടി വാരിക്കൂട്ടി. ഇതുവരെ തനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സഹോദരിക്ക് വേണ്ട എല്ലാ കടമയും ടോണി ചെയ്ത് തീർക്കുന്നുണ്ടായിരുന്നു. അവനെ എത്ര എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു വൈകക്ക് വേണ്ടി. ടോണിയും വൈകി എത്തലും പെട്ടെന്ന് തന്നെ അവർ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം മൂവരും വളരെ നിശബ്ദരായിരുന്നു. അഗ്നിയുടെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളായിരുന്നെങ്കിൽ ടോണിയുടെ മനസ്സിൽ പേടിയായിരുന്നു. തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള വ്യാകുലതയായിരുന്നു. എന്നാൽ വൈകിയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കുന്ന ആലോചിച്ചൊരു പിടുത്തവും ഇല്ലായിരുന്നു. തങ്ങളുടെ വാഹന നഗരപ്രദേശം കഴിഞ്ഞ് ഗ്രാമീണതയിലേക്ക് എത്തിച്ചേർന്ന് വളരെ കൗതുകത്തോടെ വൈകി നോക്കിക്കണ്ടു. അത്രയും ഗ്രാമീണ നിറഞ്ഞൊരു ഗ്രാമമായിരുന്നു അവൻ്റെ തറവാട് നിൽക്കുന്ന ഇടം. തികച്ചും ശാന്തമായ അന്തരീക്ഷം അല്ലേ ഏട്ടാ? വൈകി തൻ്റെ കണ്ണുകൾ വെളുത്തിക്കൊണ്ട് ടോണിയോട് പറഞ്ഞു. അവളുടെ വിടർന്ന കണ്ണുകളും പ്രസന്നമായ മുഖവും അഗ്നി ഫ്രണ്ടിലെ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടതും അവൻ്റെ കണ്ണുകളും തിളങ്ങി. ചുണ്ടിൽ അവൻ പോലും അറിയാതെ കുഞ്ഞു പുഞ്ചിരി വിടർന്നു. നീ പറഞ്ഞു ശരിയാ മോളെ, തികച്ചും ശാന്തമായ അന്തരീക്ഷം. പക്ഷേ വൈകിയുടെ നെറ്റിയും ചുളിഞ്ഞു. അന്തരീക്ഷം മാറി മാറി അധികം സമയം വേണ്ട മോളെ. ശാന്തമായിരിക്കുന്ന പ്രകൃതിയിൽ പെട്ടെന്ന് മാറ്റം വരുന്നേ കണ്ടിട്ടില്ലേ? നമുക്കൊരിക്കലും പ്രകൃതിയെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് മാറ്റം വരികയെന്നും അതിന് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെയാണ് ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവരും. നിന്നെ എല്ലാവരും ചിലപ്പോൾ സ്നേഹിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാം. എല്ലാവരുമായിട്ട് ഒരു അകലം വിട്ട് മാത്രം നിൽക്കുക. അപകടം എപ്പോഴും മുന്നിൽ കാണും. നീ അറിയാതെ ചെന്ന് പെടുകയും ചെയ്യും. കാരണം നീ അത്രയ്ക്ക് പാവാ. എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഏട്ടൻ പറയുന്നത്? അവൾക്ക് ടോണി പറയുന്ന അധികം മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ അപകടം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പേടിയോടെ തലകുലുക്കി. മോളൊന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ ചെകുത്താൻ നിന്റെ കൂടെയുള്ളപ്പോൾ നിന്നെ ആരൊന്നും ചെയ്യില്ല. എങ്കിലും എപ്പോഴും അവൻ്റെ കണ്ണെത്തണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ മോളെപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം അവിടെ നിൽക്കാൻ. ഏട്ട അവിടെ കാണില്ലേ? അവൾ ചെറിയൊരു ഭയത്തോടു കൂടി അവനോട് ചോദിച്ചു. അതിന് ടോണിന് ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, മോളെ ചന്ദ്രോത്ത് തറവാട്ടിൽ അന്യമതസ്ഥക്കാർ കയറാൻ പാടില്ലെന്നാ. അതുകൊണ്ട് ഏട്ടൻ കൂടെ ഉണ്ടാവില്ല. ഇന്ന് തന്നെ തിരിച്ചു വരും. ടോണി അങ്ങനെ പറഞ്ഞു. വൈകിയുടെ കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. അയ്യേ, ഏട്ടൻ്റെ കുട്ടി കരയാണ്. നീ അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവരല്ല, ഞാനാ. പെട്ടെന്ന് അഗ്നിയുടെ ശബ്ദം കേട്ടത് ടോണിയും വൈകി അവനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. എടാ, അത് പിന്നെ നിനക്കറിയുന്ന വേണ്ട ടോണി, അത് നമ്മൾ സംസാരിച്ച് വെറുതെ മുഷിയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നിന്നെ ഞാൻ എൻ്റെ ഒപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും ഈ അഗ്നിയുടെ ജീവൻ ഈ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും സംഭവിക്കില്ല. അതെൻ്റെ വാക്കാ.
ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഇരുവരൊന്നും മിണ്ടിയില്ല. ടാറിട്ട റോഡ് കഴിഞ്ഞ് വണ്ടി ഒരു ചെമ്മൺ പാതയിലേക്ക് നീങ്ങി തുടങ്ങി. വൈഗയുടെ ഹൃദയം പടപടാൻ മിടിക്കാൻ തുടങ്ങി. അവൾക്ക് എന്തോ ഭയം വരുന്ന പോലെ തോന്നി തുടങ്ങിയിരുന്നു. സ്വർണ്ണലിപികളിലായി എഴുതിയ ചന്ദ്രോത്തറവാടിന്റെ ബോർഡ് കണ്ടതും വൈഗ ഒന്ന് അതിലേക്ക് കണ്ണോടിച്ചു. ആരായാലും നോക്കിപ്പോകുന്ന 12 കെട്ടോടുകൂടിയൊരു വലിയ തറവാടായിരുന്നു ചന്ദ്രോത്ത് തറവാട്. വൈകുന്നേരം എത്തിയതിനാൽ തന്നെ ആ പ്രദേശം കണ്ടതും വൈഗയ്ക്ക് പേടി തോന്നി തുടങ്ങി. ആട്ടംബരമേറിയ അഗ്നിയുടെ കാർ തറവാട്ടിന് മുമ്പിൽ എത്തിച്ചേർന്നു. ഒരു കൂട്ടം ആളുകൾ തറവാടിന്റെ അകത്തളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ആ കാറിലേക്ക് വീക്ഷിക്കുന്ന വൈഗ കാറിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വൈഗയുടെ നെഞ്ചിൽ പടപടാ മിടിക്കാൻ തുടങ്ങി. കൈകൾ പേടികൊണ്ട് വിയർപ്പിനാൽ കുതിർന്നു. ശരീരത്തിൽ അവൾ പോലും അറിയാതെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അഗ്നിയുടെ കാറി ചന്ദ്രോത്തറവാട്ടിന്റെ മണ്ണിൽ പതിഞ്ഞതും കാവിലെ പൊത്തിൽ നിന്നൊരു വലിയ നാഗം പുറത്തു വന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അച്ഛൻ, ചെറിയമ്മ, അരുന്ധതി എല്ലാവരെയും അവനും നോക്കി. അരുന്ധതിക്ക് ഒരു നിമിഷം അഗ്നിയെ കണ്ടതും അവൾ തറഞ്ഞു നിന്നുപോയി. കാരണം അവന്റെ സൗന്ദര്യത്തിൽ അവൾ മതിമറന്ന് നിന്നുപോയി. താൻ 1 വർഷം മുമ്പേ കണ്ട അഗ്നിയല്ല, തന്റെ മുമ്പിലെന്ന ഒറ്റ നോട്ടിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ കണ്ണിൽ നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വികാരം ആളിക്കത്തി. അഗ്നി പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ടോണി ഇറങ്ങി. ടോണി അവിടെ കണ്ടതും അവരുടെ എല്ലാം മുഖമൊന്ന് ഇരുണ്ടു. അഗ്നി പതിയെ ചിരിച്ചുകൊണ്ട് വൈകിരിക്കുന്ന ഡോറിന്റെ അടുത്തൊന്ന് പതിയെ ഡോർ തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ ആരാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ഉറ്റു നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ തന്റെ വലത് കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ തന്റെ ഇടത് കൈ അവന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് കാറിൽ നിന്ന് ചന്ദ്രോത്തറവാടിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. ഈ സമയം കാവിൽ നിന്നും വെള്ളിനാഗം തലയുയർത്തി അവരിരുവരെയും നോക്കി നിന്നു. അരുന്ധതിക്ക് തന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അഗ്നിയുടെ കൈകളിൽ കൈ ചേർത്ത് വരുന്നവൾ അവൾ പകയാലെ നോക്കി നിന്നു. അവൾ തന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ച് നിന്നു. തറവാട്ടിലുള്ള പല അംഗങ്ങളുടെയും കണ്ണുകൾ അരുന്ധതിയിലേക്കും അഗ്നിയിലേക്കും മാറി മാറി വീണു. അഗ്നിയുടെ കൈയും പിടിച്ച് അവന്റെ കൂടെ തറവാടിന്റെ പടിക്കെട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവരെല്ലാവരും അത്ഭുതത്തോടെ വൈകിയെ നോക്കി. ഒന്നങ്ങോട്ട് മാറിയ ഞങ്ങൾക്ക് അകത്തോട്ട് കയറായിരുന്നു. അഗ്നിയുടെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവരെല്ലാവരും സ്വഭാവത്തിലേക്ക് വന്നത്. ഒന്നവിടെ നിൽക്കുക. അഗ്നി, നിനക്ക് ഈ തറവാട്ടിലേക്ക് കയറാം. കൂടെയുള്ള നിന്റെ ഈ കൂട്ടുകാരനെ ഈ പെൺകുട്ടി എവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അഗ്നിയുടെ അച്ഛൻ ദേഷ്യത്തോടെ അഗ്നിയോടായി പറഞ്ഞു. അതിനാർക്ക് വേണം നിങ്ങളുടെ സമ്മതം? അവനൊരു പുച്ഛത്തോടെ അയാളോടായി ചോദിച്ചു. അത് കേട്ടതും അയാൾ കോപം കൊണ്ട് വിറച്ചു. അഗ്നി! അയാളുടെ അലർച്ചയിൽ അഗ്നി അരുന്ധതി ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഞെട്ടി കിടുങ്ങിപ്പോയി. വൈഗ അപ്പോഴും തലതാഴ്ത്തി പേടികൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പകയേറിയുന്ന കണ്ണുകളാലെ അരുന്ധതി നോക്കിക്കണ്ടു. അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ഒപ്പം ഇവർ. അവൻ വൈഗയുടെ ഷോൾഡറിലൂടെ കൈ ചേർത്ത് അവനിലേക്ക് ചേർത്തെത്തി അയാളോടായി പറഞ്ഞു. അതിനു മാത്രം നീ ഇവളും തമ്മിൽ എന്താ ബന്ധം? അയാൾ തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അഗ്നിയോടായി ചോദിച്ചു. അതിന് അഗ്നി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മീറ്റ് മൈ ബിലൗഡ് വൈഫ് മിസ്സിസ് വൈഗ അഗ്നിദേവ്. അരുന്ധതി തന്റെ ഇരുചെവികളും പൊട്ടിപ്പിടിച്ച് കേൾക്കാൻ പാടില്ലാത്തെന്തോ കേട്ട പോലെ അലറി വിളിച്ചു. അരുന്ധതിയുടെ സംഹാര രൂപം കണ്ട വൈഗ പേടിച്ച് അറിയാതെ തന്നെ അഗ്നിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നി വൈഗയുടെ ചുമലിൽ തട്ടി പതിയെ ആശ്വസിപ്പിച്ചു. ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. നീ എന്നെ പറ്റിക്കല്ല അഗ്നി. പറയാ. അവളൊരു പ്രാന്തിയെ പോലെ അലറി വിളിച്ചു. ഇല്ല അഗ്നി, നീ എന്റേതാ. അങ്ങനെ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഈ അരുന്ധതി 29 വർഷം കാത്തിരുന്ന് നിന്നെ സ്വന്താക്കാൻ വേണ്ടി മാത്രം. അതിന് തടസ്സമായി ആരെങ്കിലും വന്നു നിന്നാ. അഗ്നിയുടെ നെഞ്ചിൽ തലയായിച്ച് പേടിച്ചു വരച്ചേൽക്കുന്ന വൈകയെ പിടിച്ചു വലിച്ച് അരുന്ധതി അവൾക്ക് നേരെ നിർത്തി. അരുന്ധതിയുടെ പിടുത്തത്തിൽ വൈകയുടെ കൈകൾ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അഗ്നി അപ്പോഴും ശാന്തമായി തന്നെ അരുന്ധതിയെ നോക്കിയിരിക്കുകയാണ് ചെയ്ത്. ടോണി മുന്നോട്ട് വരാൻ പോയതും പിന്നീട് അഗ്നിയുടെ മുഖം കണ്ടതും അവനൊന്ന് ഭയപ്പെട്ടു. പിന്നെ അവിടെ തന്നെ നിന്നു. കാരണം കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് ടോണിക്ക് അറിയാമായിരുന്നു. ഇനി വരാൻ പോകുന്ന കാര്യം ആലോചിച്ച് ടോണി നിന്നെടുത്ത് നനങ്ങിയില്ല. വൈഗയുടെ കൈകളിൽ പിടിച്ചമർത്തിക്കൊണ്ട് അരുന്ധതി അവൾക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടടി നീ എന്റെ അഗ്നി എന്നിൽ നിന്ന് അകറ്റിയത്? നിന്നെ ഒരിക്കലും ഇവന്റെ കൂടെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കലടി. അവന്റെ ഭാര്യയാകാനുള്ള ഒരേ ഒരു അവകാശം ഈ ജന്മത്തിൽ ഇനിയുള്ള ജന്മങ്ങളിൽ ഈ അരുന്ധതിക്ക് മാത്രമാ. അവിടെ മറ്റൊരു സ്ത്രീ വന്നു എന്ന് ഞാൻ അറിഞ്ഞ അന്ന് അവിടെ സർവനാശമായിരിക്കും. അതും എന്റെ ഈ കൈകൊണ്ട്. അപ്പോഴാണ് അരുന്ധതി വൈകിയുടെ കഴുത്തിൽ കിടക്കുന്ന അഗ്നി കിട്ടിയ താലി കാണുന്നത്. ഇതല്ലടി അവൻ കിട്ടിയ നിന്റെ താലി.
അരുന്ധതി താലിയിൽ ബലമായി പിടിച്ചുകൊണ്ട് വൈകിയോടായി ചോദിച്ചു. ഈ താലി കിടക്കേണ്ടത് എന്റെ കഴുത്തിലാ, അല്ലാതെ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന് നിന്റെ കഴുത്തിലല്ല. അതുകൊണ്ട് ഇപ്പൊ നിനക്കിതിന്റെ ആവശ്യമില്ല. അതും പറഞ്ഞ് അരുന്ധതി വൈകിയുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിയാൻ വേണ്ടി അമർത്തി പിടിച്ചത്. അഗ്നി കെട്ടിയ താലി അരുന്ധതി വലിച്ചു പൊട്ടിക്കാൻ തയ്യാറെടുത്തിട്ടും ഒന്നും പറയാൻ നിൽക്കുന്ന അഗ്നിയോട് വൈകയ്ക്ക് ചെറുതായി ദേഷ്യം തോന്നി. ഒപ്പം അരുന്ധതിയോട് ഭയം. അവൾ പേടികൊണ്ട് കണ്ണുകൾ ഇറുകി അടച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരയായി ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയ വൈക കാണുന്നു നിലത്ത് കിടന്ന മുഖത്ത് കൈകൾ വെച്ച് പകപ്പോട് നോക്കുന്ന അരുന്ധതിയാണ്. വൈക ഒരു നിമിഷം തിരിഞ്ഞ് അഗ്നിയെ നോക്കിയതും അവന്റെ ചെകുത്താൻ രൂപമാർന്ന അവന്റെ തനി സ്വരൂപം കണ്ടതും പേടിച്ചവൾ താഴേക്ക് നോക്കി വിറച്ചുകൊണ്ട് നിന്നതും അരുന്ധതിക്ക് തന്റെ മുഖം പറഞ്ഞു പോകുന്ന പോലെ തോന്നി. അവളുടെ വെളുത്ത് തുടുത്ത കവിളുകളിൽ അഗ്നിയുടെ കൈവിരൽ പാടുകൾ തെളിഞ്ഞു തന്നെ കാണാമായിരുന്നു. അരുന്ധതിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. തോറ്റുകൊടുക്കാൻ ആഗ്രഹമില്ലാതെ അരുന്ധതി നിലത്തുനിന്ന് ചാടി എണീറ്റു. അഗ്നി, നീ എന്നെ അടിച്ചു അല്ലേ മോളെ? അതും പറഞ്ഞ് അഗ്നി അരുന്ധതിയുടെ കഴുത്തിൽ മുറുകെ പിടിച്ച്. അരുന്ധതിക്ക് ഒരു നിമിഷം തന്റെ ശ്വാസം നിലച്ചു പോകുമോ എന്ന് തോന്നി. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചുന്തി വന്നു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി ഞാൻ കെട്ടിയ എന്റെ ഭാര്യയുടെ കഴുത്തിലുള്ള താലി പൊട്ടിച്ചെറിയാൻ നിന്റെ കൈ പൊങ്ങിയത്? അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഈ ഞാനാ, അഗ്നിദേവ്. ഞാൻ കെട്ടിയ താലി പൊട്ടിച്ചെറിയാൻ മാത്രം ധൈര്യമുള്ളവളെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. മനസ്സിലായത്? അരുന്ധതി നിറ്റു ശ്വാസത്തിനെ കിടന്ന് പിടഞ്ഞതും എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ വൈക അഗ്നിയുടെ കൈകൾ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു. വേണ്ട, വിട്ടേക്ക്, എനിക്ക് പേടിയാവണം. അവൾ മരിച്ചു പോകും. വിട്ടേക്ക് പ്ലീസ്. ഒരു നിമിഷം അഗ്നി ദേഷ്യത്താൽ വൈകിയെ നോക്കിയെങ്കിലും പിന്നീട് അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ അരുന്ധതിയുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. അരുന്ധതി വാടിക്കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. അപ്പോഴേക്ക് അവളുടെ അമ്മ പങ്കജം വന്ന് അവളുടെ നെഞ്ചിൽ ഒഴിഞ്ഞു കൊടുത്തു. അവൾ ശ്വാസം കിട്ടാതെ ആഞ്ഞാഞ്ഞു വലിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അപ്പോഴും കനിലെരിയുന്ന കണ്ണുകളോടെ അവൾ വൈകിയെയും അഗ്നിയെയും നോക്കിക്കൊണ്ടേയിരുന്നു. അഗ്നി മോനെ, വേണ്ടടാ, അമ്മ ഈ പറയുന്ന കേൾക്ക്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. പങ്കജത്തിന്റെ വാക്കുകളാണ് അഗ്നിയെ വൈകിയിൽ നിന്ന് നോട്ടം മാറ്റിപ്പിക്കാൻ പ്രേരിപ്പിച്ച്. തന്റെ സ്വന്തം അമ്മ അഗ്നിയോട് തനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു കേട്ടതും അരുന്ധതി ദേഷ്യം കൊണ്ട് വിറച്ച്. മാറി നിൽക്കതള്ളേ, എനിക്ക് വേണ്ടി നിങ്ങളെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്നോ? എടി, ശബ്ദിക്കരുത് അഗ്നി. നീ ഈ വരുന്ന ആഴ്ച നമ്മുടെ വിവാഹമായിരുന്നു എന്നുള്ള കാര്യം നീ മറന്നുപോയ അഗ്നി. എന്നിട്ടും നീ എന്നെ ചതിച്ചു അല്ലേ? എവിടെയോ കിടക്കുന്ന ഒരു ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നവൻ എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് ചന്ദ്രു തറവാടിന്റെ മരുമകളാവാൻ? എന്റെ സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും യോഗ്യതക്കൊത്ത് ഇവൾക്ക് നിൽക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കുഞ്ഞുനാൾ ഉറപ്പിച്ചു വെച്ചതാ. അക്കാര്യം നീ മറന്നുപോയ അഗ്നി. ഞാൻ ഈ വിവാഹം ഒരിക്കലും വിശ്വസിക്കില്ല. നീ ഇത് നമ്മൾ തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി കരുതി കൂട്ടിയുണ്ടാക്കിയ നാടകമാണ്. അരുന്ധതി അങ്ങനെ പറഞ്ഞു. വൈക ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. പക്ഷേ അതാരും കണ്ടില്ല. എന്തു പറയുന്നു? ഞാൻ പറഞ്ഞല്ലേ സത്യം. നിനക്ക് ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നീ നടത്തിയ വെറും നാടക കല്യാണം ഇത്. അഗ്നിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അരുന്ധതി അവനോടായി പറഞ്ഞു. അതിനഗ്നി അരുന്ധതിയെ വന്യമായി നോക്കി പുഞ്ചിരിച്ചു. എനിക്കറിയാൻ വരുന്നത് നീ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരുമെന്നോ? നീ എന്താ പറഞ്ഞു? നിന്റെ അത്രയും സൗന്ദര്യം, കഴിവ്, വിദ്യാഭ്യാസം, യോഗ്യത ഒന്നും ഇവൾക്ക് ഇല്ലെന്നോ? അതെ, നീ പറഞ്ഞ ഒന്നും ഇവൾക്കില്ലെങ്കിലും ഇവൾക്ക് ദൈവം കനിഞ്ഞു നൽകിയൊന്നുണ്ട്. നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ്. നിനക്കില്ലാതെ പോയത് അരുന്ധതി അതാണ്, അത് മാത്രം. പിന്നെ നീ അടക്കം ഈ തറവാട്ടിലുള്ള ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ അഗ്നിക്ക് ഇവളെൻ്റെ ഭാര്യയാണോ അല്ലയോ എന്നുള്ള കാര്യം. എങ്കിലും ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സംശയമുള്ളതുകൊണ്ടും ഞാനത് വ്യക്തമായി തെളിയിച്ചു തരാം. ടോണി. അഗ്നി ടോണിയെ വിളിച്ചു അവനൊരു ഫയൽ അഗ്നി കൊണ്ടുകൊടുത്തു. വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള വലിയ വ്യക്തിയല്ലേ, വായിച്ചു നോക്ക്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണ്, ലീഗലി രജിസ്റ്റർ ചെയ്ത കോപ്പിയാണ്. അരുന്ധതി ഫയൽ ഒരു പുച്ഛത്തോടെ തുറന്നു വായിച്ചെങ്കിലും പക്ഷെ അവസാനമായതും അവളുടെ മുഖത്തെല്ലാം വിയർപ്പുകൾ പൊടിഞ്ഞു. അവൾ ആ പേപ്പർ ഫയലിൽ നിന്ന് എടുത്ത് പിച്ചു കീറി കളഞ്ഞു. നീ ഇതിനെ അനുഭവിക്കും, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കുക അരുന്ധതി. നിനക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം അത് ഇവിടെ ഒപ്പം ഉണ്ടാവും നീ കരുതണ്ട. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അരുന്ധതിയുടെ കൂടെ മാത്രമായിരിക്കും. ഒന്നും രണ്ടുമല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള എൻ്റെ തപസ നിന്നെ നേടുക എന്നുള്ളത്. അവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നിനെയും. അവളുടെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ടവൾ വൈകിയെ നോക്കി. എന്നാൽ അവൾക്ക് തടസ്സമായ അഗ്നി വൈകിയുടെ മുമ്പിൽ കയറി നിന്നു. ചെവി തുറന്നു കേട്ടോ അരുന്ധതി, നീ എൻ്റെ പ്രാണനായ അവളെ തൊടണമെങ്കിൽ നീ അഗ്നിയെ നേരിടണം. എങ്കിൽ മാത്രമേ നിനക്ക് അവളിലെത്താൻ സാധിക്കുകയുള്ളൂ.
നിനക്കറിയാവുന്നതില്ല അരുന്ധതി, നിന്നെ ഞാനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല. കാരണം നീ എന്റേതാണ് അഗ്നി, എനിക്ക് വേണം നിന്നെ. പക്ഷേ നിന്റെ അവൾ പറയാൻ വന്നത് മുഴിപ്പിക്കാതെ അഗ്നിയോടായി പറഞ്ഞു. ഇപ്പൊ നീ കൂടെ കൊണ്ടുനടക്കുന്നവളുടെ ഹൈസ് കുറവാ. അഗ്നി ഒന്നുകൂടെ അരുന്ധതിയുടെ അടുക്കിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ചെവിയിലായി പറഞ്ഞു. ആരുടെ ആയുസാണ് കുറവെന്ന് കാലം തെളിയിക്കട്ടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. I'm waiting. അരുന്ധതിയും അഗ്നിയും തമ്മിലുള്ള തുറന്ന പോരാട്ടം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ആര് വിജയിക്കും?